إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي رسولنا صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المؤمنون، قال الله عز وجل في كتابه الكريم: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ നിഅമത്ത് നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു അറഫ ദിനത്തിൽ, ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം അറിയിക്കുകയുണ്ടായി. ഈ ദീൻ ഇതാ പൂർണ്ണമായിരിക്കുന്നു, അള്ളാഹുവിന്റെ ദീൻ പൂർണ്ണമാണ്, അള്ളാഹുവിന്റെ നിഅമത്ത് അത് പൂർണ്ണമാണ്. അതുപോലെ തന്നെ ഈ ദീനാണ് നമുക്ക് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ദീൻ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയ എന്തൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ഇതിനേക്കാൾ കാതിന് കേൾക്കാൻ രസമുള്ള, സന്തോഷം നൽകുന്ന എന്ത് വിഷയമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? നിങ്ങൾ ജനിച്ചത് മുതൽ മരണം വരെ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എവിടെയെങ്കിലും പോയി ചിന്തിച്ച് വിശകലനം ചെയ്ത് അതുപോലെ തന്നെ വട്ടമേശ സമ്മേളനങ്ങൾ നടത്തി തീരുമാനിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അത് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നത് പൂർണ്ണമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് നന്മയാണോ നിങ്ങൾക്ക് ആഗ്രഹം? ആ നന്മ മുഴുവൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കണം, അപകടങ്ങൾ സംഭവിക്കരുത്, ഉപദ്രവങ്ങൾ നീങ്ങിപ്പോകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതെല്ലാം ഞാൻ വിലക്കിയിട്ടുണ്ട്. ഇന്നേ ദിവസം അത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അത് മുസ്ലിമീങ്ങളോടാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇസ്ലാമിനുള്ള അഭിമാനമാണത്, മുസ്ലിമീങ്ങൾക്കുള്ള അഭിമാനവും ഇസ്സത്തുമാണത്. ഒരു ജൂതനായ മനുഷ്യൻ പറയുകയുണ്ടായി, ഈ ആയത്തെങ്ങാനും ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ. അവർക്കങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടില്ല, അവർക്കങ്ങനെ ദീന് പൂർണ്ണമായി എന്നൊരായത്ത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തില്ല. ഇതെങ്ങാനും ഞങ്ങൾക്കായിരുന്നു ഇറങ്ങിയിരുന്നത് എങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാളായി ആഘോഷിച്ചേനെ. ഇത് കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ദിവസം ഏതാണെന്ന് ഞങ്ങൾക്കറിയാം, എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ദിവസം എന്താണ്? പെരുന്നാളിന്റെ ദിവസങ്ങളാണ്. വെള്ളിയാഴ്ച എന്ന ആഴ്ചയിലെ പെരുന്നാളിന്റെ ദിവസമാണ്. സഹോദരങ്ങളെ, സന്തോഷിക്കേണ്ടതുണ്ട്, അഭിമാനിക്കേണ്ടതുണ്ട്, മുസ്ലിമാണ് എന്നതിന്റെ പേരിൽ സന്തോഷിക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാത്തവർക്ക്
ഒരുപാട് അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ചൂടേറിയ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. വൃത്തികേടുകളുടെ ഏറ്റവും വലിയ വൃത്തികേടുകൾക്കിടയിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ചില വൃത്തികേടുകൾ അത് കടന്നു വന്നപ്പോൾ, അതിനെക്കുറിച്ച് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കേരളത്തിൽ അതുപോലെ തന്നെ ലോകത്ത് കേരളവും ചർച്ചയാവുകയാണ്. ആ ചർച്ചയുമായി ഒരു മുസ്ലിമിന് ഒരു ബന്ധവുമില്ല. ആ ചർച്ചയോട് മുസ്ലിമിന് പുല്ലുവിലയാണ്. ഒരു മുസ്ലിമിന് ഒരു വിലയും ആ ചർച്ചയ്ക്കില്ല. ഒരു മുസ്ലിം ഒരിക്കലും ആ ചർച്ചയുടെ പുറകിലിരുന്ന് സമയം കളയേണ്ടവനല്ല. കാരണം അവന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ആ ചർച്ചയുമായി അവനൊരു ബന്ധം വരാനില്ല. ആ ചർച്ച നടക്കപ്പെടുന്ന ആളുകൾ വൃത്തികേടിന്റെയും നെറികേടിന്റെയും കുഫറിന്റെയും ഫുസൂഖിന്റെയും ആളുകളാണ്. തെമ്മാടിത്തരം ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളാണ് അവർ. ഇസ്ലാമിന് അതുമായി ഒരു ബന്ധവുമില്ല. ഒരു മനുഷ്യൻ എങ്ങനെ വൃത്തികെട്ടവനാകണം, ഒരു മനുഷ്യൻ എങ്ങനെ കൊലപാതകം ചെയ്യണം, ഒരു മനുഷ്യൻ എങ്ങനെ കക്കണം, മോഷ്ടിക്കണം, ഒരു മനുഷ്യൻ എങ്ങനെ വ്യഭിചരിക്കണം എന്ന് സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്ത ഒരു മേഖല. അത് കേരളത്തിലെ മാത്രമല്ല, മറിച്ച് ലോകം മുഴുവൻ അത് തന്നെയാണ് അവർ ചെയ്തത്. കേരളത്തിൽ അത് അഴുകി പഴുത്ത് ചീഞ്ഞ് നാറി അതിലെ ദുർഗന്ധം മാത്രം പുറത്തു വന്നു എന്ന് മാത്രം. ചീയലും പഴുക്കലും ചെളിയും ചീഞ്ചലവുമെല്ലാം അതിനുള്ളിൽ തന്നെ എപ്പോഴും മുന്നേയുണ്ട്. അതിവിടെ പൊട്ടി മണം വന്നു എന്ന് മാത്രം. ലോകത്തത് ഇപ്പോഴും ചീഞ്ഞ് നാറി തന്നെ കിടക്കുന്ന ഒരു സംവിധാനമാണത്. സഹോദരങ്ങളെ, നമ്മൾ പറയുന്നത് ആ ചർച്ച നമുക്ക് ആവശ്യമില്ല. ഒരു മുസ്ലിം അതിന് പുറകിലൂടെ പോകരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. ചില ആളുകൾ നമ്മളോട് സൂചിപ്പിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതല്ലാതെ അതിന്റെ പുറകിലൂടെ പോയി അതിന്റെ കാര്യങ്ങൾ എന്താണ്, ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, നമുക്കതിന്റെ ആവശ്യം ഇല്ല. ഒരു മുഅ്മിൻ ഒരിക്കലും അതിന്റെ പുറകിലൂടെ പോയി അവന്റെ സമയം അതിനുള്ളതല്ല. ശരി സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അഭിമാനമായി പലരും കണ്ടിരുന്ന ചില കോലങ്ങൾ അത് തകർക്കപ്പെടുന്ന കാര്യം അല്ലെങ്കിൽ അവസ്ഥ നമ്മൾ കണ്ടു. സ്ത്രീ സ്വാതന്ത്ര്യമായി പലരും കണ്ടിരുന്ന കാര്യങ്ങൾ അത് തലകീഴായത് നമ്മൾ കണ്ടു. സഹോദരങ്ങളെ, എന്നാൽ ഇസ്ലാം, ഒരു മുസ്ലിം അവന്റെ അഭിമാനം ഏതൊരു സന്ദർഭത്തിലും ജ്വലിച്ചു നിൽക്കുകയല്ലാതെ, ഉദിച്ചു നിൽക്കുകയല്ലാതെ ഒരിക്കലും കെട്ടടങ്ങിയിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഷയത്തിലും എന്നതുപോലെ ഈ വിഷയത്തിലും നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിമിന്റെ നിലപാട് ഏതൊരു വിഷയത്തിലും റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. വേറെ ആരുമല്ല വിജയികൾ. വിജയികൾ ആരാണ്? മുഅ്മിനീങ്ങളാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരായ മുസ്ലിമീങ്ങൾ വിജയിച്ചിരിക്കുന്നു. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരായ ആളുകളാണ് മുഅ്മിനീങ്ങൾ. മുഅ്മിനീങ്ങൾ ആരാണ്? ഉപകാരമില്ലാത്ത കാര്യങ്ങൾ. ഈ ഒരു പ്രശ്നം വന്നപ്പോഴല്ല മുസ്ലിമീങ്ങൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കിയത്, ഈ വൃത്തികേടുകൾ ഒഴിവാക്കിയത്. മറിച്ച് അവൻ ദീൻ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ, ഇത്തരം അനാവശ്യ വർത്തമാനങ്ങൾ, ഇത്തരം ഹറാമുകൾ അവന്റെ ജീവിതവുമായി അടുപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ അവനത് അന്നേ ഒഴിവാക്കിയിട്ടുണ്ട്. അവനതുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അവൻ ഈ ചർച്ചയിൽ ഇടപെടേണ്ട ആവശ്യമോ അത് അറിയാൻ വേണ്ടി ചകയേണ്ട ആവശ്യമോ ഒന്നും അവനില്ല. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, അനാവശ്യ കാര്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനാണ് അവർ മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, സകാത്ത് കൃത്യമായി കൊടുത്തു വിട്ടുന്നവരാണ്. അവരുടെ ജോലി എന്താണ്? നിസ്കാരം കൃത്യമായി നോക്കുക. സകാത്ത് പാവങ്ങളായ സകാത്തിന് ആവശ്യമായ അർഹതപ്പെട്ട ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ നിറവേറ്റുക, സൃഷ്ടികളോടുള്ള അവകാശങ്ങൾ നിറവേറ്റുക. അതല്ലാതെ അനാവശ്യങ്ങളിൽ കടന്നു തിരിഞ്ഞ് സമയം കളയേണ്ടവനല്ല അവൻ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, അതുപോലെ അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും മുഅ്മിനീങ്ങൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുക. ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുക.
എന്നത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നമ്മൾ ചർച്ച ചെയ്ത് ചിന്തിച്ചുണ്ടാക്കിയ ഒരു കാര്യമല്ല. ഒരു മുസ്ലിമാണോ നീ അത് പഠിച്ചിട്ടുണ്ടാകും. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. അവരുടെ ഭാര്യമാരുടെ അടുത്താണെങ്കിൽ, അതുപോലെ അവരുടെ അടിമ സ്ത്രീകളുടെ അടുത്താണെങ്കിൽ അവർക്ക് യാതൊരു വിഷമവും അതിലില്ല. അവരുടെ കാര്യം അവർ തീർക്കുന്നത്, അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് അവരുടെ ഭാര്യമാരുടെ അടുത്താണെങ്കിൽ, അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ, അതായത് രൂപരേഖ പ്രകാരം അടിമകളായിട്ടുള്ള സ്ത്രീകൾ നമ്മളുടെ നാടുകളിൽ അതില്ല. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് പൊതുവെ അതില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ, ഇസ്ലാമിക രാജ്യങ്ങളിലാകട്ടെ അടിമ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, നിലനിർത്തണം എന്നല്ല പറഞ്ഞത്, ഉണ്ടെങ്കിൽ, അങ്ങനെ അടിമകൾ ഉണ്ടെങ്കിൽ അവരുമായും അവന്റെ ആവശ്യ പൂർത്തീകരണം അവന് കഴിക്കാവുന്നതാണ്. നമുക്കാരെയും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം അത് അഭിമാനമുള്ളതാണ്. എന്നാൽ ഇതിനെ കളിയാക്കാൻ വേണ്ടി വന്നവരാണ് ഇന്ന് നാറിയ കോലമുട്ട് ആളുകൾക്ക് മുന്നിൽ നാണം കെടുന്നത് എന്നതാണ്. വിവാഹമോ അതെന്തൊരു മോശമാണ്, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളോ അതെന്തൊരു മോശമാണ്, എന്തൊരു അപരിഷ്കൃതമാണ്. ഒരു മനുഷ്യന്റെ, ഒരു പുരുഷന്റെ കീഴിലായി ഒരു ജീവിതകാലം മുഴുവൻ ജീവിതം നശിപ്പിക്കുകയോ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ആളുകൾ പല ആളുകളുടെ കീഴിലാണ് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചത്. സഹോദരങ്ങളെ, നമ്മൾക്കിത് പറയാൻ പറ്റിയ കാര്യങ്ങളല്ല, എങ്കിലും ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ. ഈ ഇസ്ലാമിലേക്ക് നമ്മളെ വഴി നയിച്ച അല്ലാഹുവിനാകുന്ന സർവസ്തുതിയും. ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമിൻ. ഭാര്യമാരോ അതുപോലെ തന്നെ അടിമ സ്ത്രീകളോ ആണെങ്കിൽ അതിലവർക്കൊരു കുറ്റവുമില്ല. വമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. അതല്ലാത്തതാരെങ്കിലും ചെയ്താൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു മാർഗമല്ലാത്തത് ആരെങ്കിലും ചെയ്താൽ ഫഉലൈക ഹുമുൽ ആദൂൻ, അവരാകുന്നു അതിക്രമകാരികൾ, അവരാകുന്നു അതിരുവിട്ടവരെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കിയപ്പോൾ ആ കാര്യത്തെ മാത്രമല്ല ഹറാമാക്കിയത്, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ നിർത്തലാക്കിയപ്പോൾ ആ കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങളെയും ഹറാമാക്കി. കാരണം എല്ലാം കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് പറയാറുണ്ട് ചിലപ്പോൾ, ബിരിയാണി മുന്നിൽ വെച്ചിട്ട്, വിശക്കുന്നവന്റെ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് അത് തിന്നരുത് എന്ന് പറയുന്നത് അത് കുറെ കടന്ന കൈയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അങ്ങനെയല്ല. വലാ തഖ്റബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അത് വളരെ വൃത്തികെട്ട കാര്യവുമാണ്, അതുപോലെ തന്നെ മോശം വഴിയുമാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. വലാ തസ്നു എന്നല്ല, വലാ തഖ്റബു സിന, നിങ്ങൾ സിനയോട് അടുത്ത് പോകരുത്, അതിന്റെ ആ ഭാഗത്ത് പോകരുത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരായ അടിമകളെ കുറിച്ച് വീണ്ടും പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വിശേഷണമായി പറയുക, വല്ലദീന ലാ യദ്ഉന മഅ അല്ലാഹി ഇലാഹൻ ആഖറ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب ويخلد فيه مهانا. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുകയില്ല, ദുആ ചെയ്യുകയില്ല. ഏറ്റവും വലിയ പാപം അതാണ്. ഈ വ്യഭിചാരത്തെക്കാൾ വലിയ പാപം അതാണ്. അത് പലരും മനസ്സിലാക്കാതെ പോയി. ഇനി രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അവകാശമില്ലാതെ അല്ലാഹു ഹറാമാക്കിയ ഒരു നഫ്സിനെ കൊല ചെയ്യുകയില്ല അവർ. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല മൂന്നാമതായി അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു, വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയില്ല. വമൻ യഫ്അൽ ദാലിക, ഇനി ആരെങ്കിലും ചെയ്താലോ, യൽഖ അഥാമ, അതിന്റെ പാപഫലം അവൻ കണ്ടെത്തുന്നതാണ്. വയഖ്ലുദു ഫീഹി മുഹാന, അവൻ അതിൽ 100 വർഷം വരെ ശിക്ഷിക്കപ്പെടുന്നതാണ്. 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 അതിന്റെ പാപഫലം അവൻ കണ്ടെത്തുന്നതാണ്.
നമുക്ക് ഇന്നത്തെ ഈ ചർച്ച കാണുമ്പോൾ, ഇന്നത്തെ കേരളത്തിലെ ചർച്ച കാണുമ്പോൾ പല ആളുകളും അവരിപ്പോൾ തന്നെ ഒരു റിസൾട്ട് അതിന് കണ്ടിട്ടുണ്ടാവും. എന്താണ്? ഇത് കുറച്ചാൾ ചർച്ച ചെയ്യും, പിന്നെ അത് വിട്ടുപോകും. അതല്ലാതെ ഈ ദുനിയാവിൽ ഒന്നും ചെയ്യാൻ മനുഷ്യന് സാധിക്കുകയില്ല. കുറച്ചാൾ ഇങ്ങനെ സമയം കളയാൻ വേണ്ടി പലതും പറയും, എന്നിട്ട് ഇതെല്ലാം ഒന്നും നടക്കാത്തതുപോലെ മറ്റന്നാളോ അതിൻ്റെ പിറ്റന്നാളോ ഇതൊക്കെ കഴിഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി അവർ വീണ്ടും തുടങ്ങും. നന്നായി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഉഷാറായി. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നീതിമാനാണ്. വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ, ആരെങ്കിലും അത് ചെയ്താൽ അവൻ അതിന്റെ പാപഫലം കണ്ടെത്തുന്നതാണ്. അവൻ അത് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യുദാഅഫ് ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൻ അതിന്റെ പാപം ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ലഭിക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദ്യനായിക്കൊണ്ട് അവൻ അവരെ കഴിച്ചു കൂട്ടേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യാ ഉമ്മത മുഹമ്മദ്, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. യാ ഉമ്മത മുഹമ്മദ്, അല്ലയോ മുഹമ്മദിന്റെ ഉമ്മത്തെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മുഹമ്മദിന്റെ സമുദായമേ, വല്ലാഹി മാ മിൻകും മിൻ അഹദിൻ അഗ്യറു മിനല്ലാഹ്, അല്ലാഹുവിനേക്കാൾ ക്രോധമുള്ളവൻ, ദേഷ്യമുള്ളവൻ നിങ്ങളിൽ ഒരാളുമില്ല. അല്ലാഹുവിനേക്കാൾ അഭിമാനരോഷമുള്ളവൻ നിങ്ങളിൽ ഒരാളുമില്ല അല്ലാഹുവിനെ പോലെയുള്ളവൻ. മിൻ അൻ യസ്നി അബ്ദുഹു ഔ തസ്നി അമതുഹു, അതായത് അല്ലാഹുവിനെ തന്റെ അടിമ വ്യഭിചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അടിമ സ്ത്രീ വ്യഭിചാരിണിയാകുമ്പോൾ, അവൾ വ്യഭിചരിക്കുമ്പോൾ അല്ലാഹുവിനുണ്ടാകുന്ന ക്രോധം പോലെ, ആത്മരോഷം പോലെ നിങ്ങൾക്കൊരാൾക്കുമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉമ്മത്ത് മുഹമ്മദിനോട് പറയുക, സഹോദരങ്ങളെ, ഈ വലിയ തിന്മ ഒരിക്കലും ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിന്റെ ആളുകളുമായി നമുക്കൊരു ബന്ധവുമില്ല, അതിനോടടുപ്പിക്കാൻ സാധ്യതയുള്ള വഴികളിലേക്ക് നമുക്കൊരു എത്തിനോട്ടവുമില്ല എന്നത് ഓരോ മുഅ്മിനും പ്രതിജ്ഞയെടുക്കേണ്ടതാണ്. ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ എന്നൊരിക്കലും പറയരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലികുല്ലി ബനി ആദമ ഹദ്ദുൻ മിനസ് സിന, ലികുല്ലി ബനി ആദമ ഹദ്ദുൻ മിനസ് സിന, ഓരോ ആദം സന്തതിക്കും അവന്റെ വ്യഭിചാരത്തിൽ നിന്നുള്ള ഓഹരി അവനുണ്ട്. എല്ലാവർക്കും ഉണ്ട് വ്യഭിചാരത്തിൽ നിന്നുള്ള ഓഹരി. എന്താണത്? ഫൽഐനാനി തസ്നിയാൻ, രണ്ട് കണ്ണുകൾ വ്യഭിചരിക്കുന്നുണ്ട്. ഫസിനാഹുമൻ നദർ, അതിന്റെ രണ്ടിനെയും വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. ഹലാലല്ലാത്ത സ്ത്രീകളിലേക്ക് നോക്കുക എന്നത്, അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തി നോക്കുക എന്നത് വ്യഭിചാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ യദാനി തസ്നിയാൻ വസിനാഹുമൽ ബത്ഷ്, രണ്ട് കൈകൾക്കും വ്യഭിചാരമുണ്ട്, അതിന്റെ വ്യഭിചാരം എന്നത് പിടുത്തമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വരിജ്ലാനി തസ്നിയാൻ, അതുപോലെ ഇരു കാലുകളും വ്യഭിചരിക്കുന്നുണ്ട്. വസിനാഹുമൽ അൽമശി, അവയുടെ വ്യഭിചാരം അത് നടത്തമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. വൽ ഫമു യസ്നി വസിനാഹുമൽ ഖുബൽ, വായ അത് വ്യഭിചരിക്കുന്നുണ്ട്, അതിന്റെ വ്യഭിചാരം ചുംബനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൽ ഖൽബു യഹ്വാ വയതമന്ന, ഹൃദയം അത് ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നു. വൽ ഫർജു യുസദ്ദിഖു ദാലിക ഔ യുകദ്ദിബുഹു, എന്നിട്ട് അവസാനം അവന്റെ ലൈംഗികാവയവം, ഗുഹ്യസ്ഥാനം ഒന്നുകിൽ അത് സത്യപ്പെടുത്തും, അതായത് അത് പൂർത്തീകരിക്കും, അല്ലെങ്കിൽ ഔ യുകദ്ദിബുഹു, അത് കളവാക്കും, അതായത് അതിൽ നിന്നും അവൻ ഒഴിഞ്ഞു നിൽക്കും. ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം വ്യഭിചാരത്തിൻ്റെതായ പങ്കുകൾ അവൻ നേടിയെടുത്തിട്ടുണ്ടാകും. ഇനി കളവാക്കിയാൽ, സത്യപ്പെടുത്തിയാൽ മുഴുവനായും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ഒരു വ്യഭിചാരി വ്യഭിചരിക്കുന്ന സമയത്ത് മുഅ്മിനായി കൊണ്ട് വ്യഭിചരിക്കുകയില്ല, അവൻ ആ നേരത്ത് മുഅ്മിനായിരിക്കുകയില്ല, മറിച്ച് അവന്റെ ഈമാൻ അവനിൽ നിന്നും ഉയരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അവൻ ആ വ്യഭിചാരത്തിൽ നിന്നും തിന്മകളിൽ നിന്നും മടങ്ങിയാൽ, അത് അവസാനിപ്പിച്ചാൽ അവന്റെ ഈമാൻ അവനിൽ നിന്നും തിരിച്ചു വരും. അതായത് ആ സമയത്ത് അവൻ മുഅ്മിനായിരിക്കുകയില്ലെന്ന്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മളെ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായി നമ്മളുടെ ദീൻ അത് പൂർണ്ണമാണ്. ഒരാൾക്കും ഒരു കുറ്റവും ദീനിനെ പറയാൻ ഒരു ബുദ്ധിയുള്ളവനും കഴിയുകയില്ല. എന്നാൽ ഇന്ന് ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളും ദീനിന് നേരെ പറയുന്നത് കേൾക്കുമ്പോൾ, സത്യം പറയുന്നവരുടെ ശബ്ദങ്ങൾ ഉയരാതിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയുകയാണ്. ഒരുപാട് കുരുടന്മാരുള്ള അന്ധന്മാരുള്ള ഒരു നാട്ടിൽ ചെന്ന് കാഴ്ചയുള്ള ഒരു മനുഷ്യൻ ഇന്ന സാധനത്തിന്റെ കളർ ഇതാണ്, ഇന്നതിന്റെ രൂപം ഇതാണ് എന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ അവനെ കളവാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. അവൻ അവിടെ ഇടുങ്ങിപ്പോകും. ആ സ്ഥലം അവന് കുടുസമുള്ളതായി മാറും. പക്ഷെ അവൻ സത്യത്തിലാണ്, അവന്റെ അവസാനമേ വിജയിക്കൂ. എന്നാൽ മറ്റുള്ളവർ തെറ്റിദ്ധാരണയിലും കളവിലുമാണ്. ചിലർ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കും, ചിലർ തെറ്റിദ്ധാരണ കൊണ്ട് നിഷേധിക്കും. ഏതായാലും ഒരു മുസ്ലിമിനെ പോലെ സത്യം മനസ്സിലാക്കുവാനും അതിൽ നിലകൊള്ളുവാനും വേറൊരാൾക്കും തൗഫീഖ് നൽകപ്പെട്ടിട്ടില്ല എന്ന ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ഈ സത്യത്തിലേക്ക് ആളുകളെ ക്ഷണിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണ്. അതാളുകൾ നമ്മളെ മോശം പറഞ്ഞാലും അവരുടെ നന്മക്ക് വേണ്ടി അവരെ വിളിക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ തിന്മയുടെ അപകടം നമ്മൾ മനസ്സിലാക്കുക. അതിനോട് അടുക്കാൻ പോലും പാടില്ല എന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഇത്തരം ചർച്ചകൾ അതുമായി ഒരു മുഅ്മിൻ ഒരു നിലക്കും ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു മുഅ്മിനും അതുമായി ഒരു ബന്ധവുമില്ല. ഒരു നാരിൻ്റെ ബന്ധം പോലും അവരും നമ്മളും തമ്മിൽ ഇല്ല എന്നതും മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച കാര്യമാണ് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്. ഇത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ മാത്രമുള്ള ആയത്തല്ല, പക്ഷെ നമ്മൾ കൂടി അത് പാലിക്കേണ്ട ആളുകളാണ്. വലാ തസ്നു എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്നത് നമ്മളോടും കൂടിയുള്ള കാര്യമാണ്. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മറിച്ച് വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കരുതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ذلك أزكى لهم. മുഅ്മിനീങ്ങളോട് പറയൂ റസൂലേ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക എന്ന്, അതുപോലെ തന്നെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുക എന്ന്. അതാണ് നിങ്ങൾക്ക് ഏറ്റവും സംശുദ്ധമായിട്ടുള്ളത്. അല്ലാഹു ഖബീറും ബിമാ യസ്നഊൻ, അവർ പ്രവർത്തിക്കുന്നതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയുന്നവനാണ്. വഖുൽ ലിൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളോട് റസൂലേ പറയൂ, സത്യവിശ്വാസിനികളോട് റസൂലേ പറയൂ, യഗ്ദുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളും താഴ്ത്തുക, നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ, അവരുടെ ഭംഗികളിൽ നിന്ന് പ്രകടമായതല്ലാതെ, അതായത് വസ്ത്രം ധരിച്ചതിന് ശേഷം എന്തെങ്കിലും പെണ്ണാണ് എന്നുള്ള നിലക്കുള്ള ഒരു ഭംഗിയല്ലാതെ വേറൊന്നും അവളിൽ നിന്നും പ്രകടമാകാൻ പാടില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മുകളിലൂടെ അവരുടെ ജിൽബാബുകളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. വലിയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അതുപോലെ തന്നെ അവരുടെ ജൈബ്, അതായത് ഈ കഴുത്തിന്റെ മുകളിലുള്ള ഈ സംഭവം, അതായത് അതിന് മുകളിൽ തലയാണ്, അതിന് മുകളിലൂടെ വസ്ത്രമിടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, അൽ മർഅതു ഔറ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അവൾ ഔറത്താണ്, അവൾ മറക്കപ്പെടേണ്ടവളാണ്. ആളുകളുടെ മുന്നിൽ പ്രദർശിക്കപ്പെടേണ്ടവളല്ല അവൾ, മറിച്ച് മറക്കപ്പെടേണ്ടവളാണ്. സഹോദരങ്ങളെ, കണ്ണുകൾ താഴ്ത്താൻ പുരുഷന്മാരോടും സ്ത്രീകളോടും റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു.
ഭംഗി കാണിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കാൻ സ്ത്രീകളോട് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് എന്തിൽപ്പെട്ടതാണ്? വലാ തഖറബു സിന, സിനയിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്നതിൽ പെട്ടതാണ്. കാരണം ഇതൊരാൾ ചെയ്താൽ അടുത്തത് എങ്ങോട്ടാണ് അവന്റെ യാത്ര? അടുത്ത യാത്ര സിനയിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതായി ഒരു ഹദീസിൽ കാണാം, യാ അലി ലാ തുത്ബിഇ നദ്റത നദ്റ, ഒരു നോട്ടത്തെ മറ്റൊരു നോട്ടം കൊണ്ട് നീ പിന്തുടരുത്തരുത്. ഫഇന്നമാ ലകൽ ഊലാ വലൈസത് ലകൽ ആഖിറ, ഒന്നാമത്തെ നോട്ടം നിനക്കുണ്ട്, രണ്ടാമത്തേത് നിനക്കില്ല എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോട്ടം എന്നത് അത് പിശാചിന്റെ വലിയ ആയുധമാണ്. അന്യായ ഒരു സ്ത്രീയെ നോക്കുക എന്നത് അത് വലിയ ആയുധമാണ്. അതിനുവേണ്ടി കെട്ടിയൊരുങ്ങി നിന്നു കൊടുക്കുക എന്നത് അവൾ തന്നെ പിശാചാവുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പെണ്ണ് അവൾ പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫഹ ശൈത്താൻ, ശൈത്താൻ അവളെ ഭംഗിയാക്കി തോന്നിപ്പിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മറ്റൊരു കാര്യമാണ്, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള കൂടിക്കലരലുകൾ, ഇടകലരലുകൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് നടക്കുമ്പോൾ, മനുഷ്യൻ ഏറ്റവും അള്ളാഹുവിനോട് അടുത്ത സമയങ്ങളിലാകുമ്പോൾ അവന് ഏറ്റവും കൂടുതൽ തഖ്വ ലഭിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹാ വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹാ ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാർക്ക് ഏറ്റവും ഉത്തമമായ വരി സഫ്, അത് മുന്നിലേതാണ്. സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതായ വരി അത് പുറകിലേതാണ്. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ തമ്മിൽ അകലം പാലിക്കാൻ കൽപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസിൽ കാണാം, ലൈസ ലകുന്ന വസത ത്വരീഖ്, സ്ത്രീകളോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഴിയുടെ നടുവിലൂടെ നിങ്ങൾ നടക്കരുത്. സ്ത്രീകൾ പുരുഷന്മാരും ആയി ഇടകലരുന്ന അവസ്ഥ നടന്നു പോകുന്ന വഴികളിൽ വരെ ഉണ്ടാകരുത്. മറിച്ച് സ്ത്രീകൾ ഓരത്തുകൂടെ നടക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് അവളെ അടിച്ചു താഴ്ത്താനല്ല, മറിച്ച് ഈ കണ്ട വാർത്തകൾ അത് നമ്മളുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാനാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ മഅ ഇംറഅ ഫഇന്ന സാലിസഹുമ ശൈത്താൻ, ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കാകരുത്, അവരിലെ മൂന്നാമൻ ശൈത്താനാണ്. മൂന്നാമൻ അവരിൽ ആരാണ്? ശൈത്താനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒറ്റക്കായി പോകരുത്, ഒരു പെണ്ണും ആണും, അന്യനായ മഹറമല്ലാത്ത ഒരു ആണും പെണ്ണും ഒരുമിച്ചാകരുത്, ഒറ്റക്കാകരുത്. ഫഇന്ന സാലിസഹുമ ശൈത്താൻ, അവരിലെ മൂന്നാമൻ ശൈത്താനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു കാണുവാൻ സാധിക്കും. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വദ്ദുഖൂല അലൻ നിസാ, സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ പ്രവേശിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ പറഞ്ഞു, അഫറഅയ്തൽ ഹമു, ഭർത്താവിന്റെ ബന്ധുവാണെങ്കിലോ? സ്ത്രീയെ പലപ്പോഴും ഭർത്താവിൻ്റെ വീട്ടിലേക്കാണ് കല്യാണം കഴിച്ചു കൊണ്ടുവരും. അപ്പോൾ അവിടെ ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടാകും. ഭർത്താവിൻ്റെ വാപ്പയല്ല, ഭർത്താവിൻ്റെ വാപ്പ അവൾക്ക് മഹ്റമാണ്. ഭർത്താവിൻ്റെ സഹോദരനുണ്ടാകും, ബാക്കിയുള്ള ആണുങ്ങളായിട്ടുള്ള ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടാകും. ഫറഅയ്തൽ ഹമു, ഭർത്താവിൻ്റെ ബന്ധുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം റസൂലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമു അൽ മൗത്ത്, ഭർത്താവിന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ അത് മരണമാണ്. അതായത് അതിനേക്കാൾ നല്ല എന്താണ്? മരിക്കുന്നതാണ്. അത്രമാത്രം അപകടമാണ് ഭർത്താവിന്റെ ബന്ധു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് ആ പാഠങ്ങൾ? എവിടെയാണ് ഹദീസുകൾ? എവിടെയാണത് പാലിക്കപ്പെടുന്നത്? ആർക്കാണത് പാലിക്കാൻ ആഗ്രഹം? അത് പാലിക്കുന്നവൻ കഠിന സ്വഭാവിയും, അതുപോലെ തന്നെ നാട്ടിലാളുകൾക്കിടയിൽ ഇടപെടാൻ അറിയാത്തവരും, കുടുംബ ചിത്രതയുണ്ടാക്കുന്നവരും,
വീട്ടിൽ കോലാഹലമുണ്ടാക്കുന്നവനുമായി മാറി. ആര്? അഫറഅയ്തൽ ഹമു, ഭർത്താവിന്റെ ബന്ധുവോ ഒരു സ്ത്രീയുമായി ഇടപെടാൻ എങ്ങനെ? ഖാല അൽ ഹമു വൽ മൗത്ത്, ഭർത്താവിന്റെ ബന്ധു മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സ്ത്രീയും പുരുഷനും ഇടകലരുക എന്നാൽ അത് എല്ലാ ഫസാദിന്റെയും തുടക്കമാണ്. ഒരു നാട് നശിച്ചു കാണണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യുക സ്ത്രീയും പുരുഷനുമായിട്ടുള്ള പ്രശ്നം അങ്ങോട്ട് മാറ്റും. നമുക്കറിയാം, ഇന്ന് അതിനു വേണ്ടി എല്ലാ മേഖലയിലുള്ള ആളുകൾ, ഇസ്ലാമല്ലാത്ത മറ്റേതൊരു മേഖലയിലും മുസ്ലിം അല്ലാത്ത മറ്റേതൊരാളും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്ത്രീയും പുരുഷനും ഒരുമിക്കണം. അത് എന്തിനു വേണ്ടിയാണ്? അത് മനുഷ്യരുടെ നാശത്തിനു വേണ്ടിയാണ്. മനുഷ്യൻ നശിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് വെച്ചാൽ മതി. തീയിനെയും വിറകിനെയും ഒരുമിച്ച് വെക്കുന്നത് പോലെയാണത്. ഇതിൻ്റെ അർത്ഥം വിറകിനോട് അവകാശം ഒന്നും കൊടുക്കുന്നില്ല, വിറകിന് തീയിൻ്റെ ഒപ്പം നിൽക്കാനുള്ള അവകാശം കൊടുക്കാതെ വിറകിനെ നശിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല. മറിച്ച് തീയും വിറകും പോലെയാണ് ഈ പറഞ്ഞ സ്ത്രീയെയും പുരുഷനെയും ഒരുമിച്ച് നിർത്തുന്നതെന്ന് പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ ഫസാദുകൾക്കും കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു, ഈ ഉമ്മത്തിന് ഞാൻ സ്ത്രീകളെക്കാൾ വലിയൊരു ഫിത്ന ഞാൻ വിട്ടേച്ചു പോകുന്നില്ല. സഹോദരങ്ങളെ, പഠിക്കേണ്ടതുണ്ട്. ഈ ഒരു നൃത്തത്തിൽ അവസാനിക്കുന്നതല്ല. നമുക്ക് ഒരു ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച വരെ ദീനുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. പഠനത്തിലും അതുപോലെ തന്നെ വായനയിലും ഖുർആൻ പാരായണത്തിലും അള്ളാഹുവുമായുള്ള ദീനിനോടുള്ള ബന്ധത്തിലും നമ്മൾ ആയിത്തീരാൻ ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസ്സത്തുള്ള ഒരു മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഈ ഒരുമയും ഐക്യവും ഒരു വെള്ളിയാഴ്ച മാത്രം ഉണ്ടാകേണ്ടതല്ല, മറിച്ച് 5 നേരവും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. 5 നേരവും മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ജമാഅത്തായി നിസ്കരിക്കാൻ റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മറന്നുപോകരുത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീടുകൾ കത്തിച്ചു കളയാമെന്ന് ചിന്തിച്ചു പോയ ഒരു കൂട്ടരാണ് ആര്? നിസ്കാരങ്ങളിൽ നിന്നും മടിച്ചു നിൽക്കുന്ന ആളുകൾ, ജമാഅത്ത് നിസ്കാരങ്ങൾ മടിച്ചു നിൽക്കുന്ന ആളുകളെന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഇസ്സത്തും പ്രതാപവും അതുപോലെ തന്നെ ശക്തിയും എല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم دمر أعداءك وأعداء الدين. اللهم انصر الإسلام والمسلمين اللهم انصر إخواننا في كل مكان. اللهم انصر المسلمين المستضعفين في كل مكان، وفي فلسطين وفي الصين وفي الهند وفي أفريقيا وفي كل مكان يا رب العالمين. والحمد لله رب العالمين. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن